തേങ്ങലോടെയാണ് അവർ പ്രവാചക പള്ളിയിലെത്തിയത്. ഇന്ത്യൻ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ദുരന്തത്തിൽ മരിച്ച 46 പേരുടെ മയ്യിത്ത് മസ്ജിദുൻ നബവിയിൽ. മയ്യിത്ത് നമസ്കാരത്തിന് ഇമാം ഷൈഖ് അബ്ദുൽ ബാരി അൽ തുബൈത്തിയുടെ നേതൃത്വം. ജന്നത്തുൽ ബക്കയിലേക്ക് മയ്യത്തെടുത്തു. മയ്യത്ത് സ്ട്രക്ചർ താങ്ങി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ. മറുപുറത്ത് ഭിന്നശേഷിക്കാരനായ കോൺസൽ ജനറൽ അഹമ്മദ് ഖാൻ സൂരി. മരിച്ചവരോടുള്ള ആദരവും ബഹുമാനവുമാണ് ഏറ്റവും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചത്. ഇന്ത്യ സൗദി നയതന്ത്ര ചരിത്രത്തിൽ ഇത്തരം ഒരു ദൃശ്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. തെലുങ്കാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മുഹമ്മദ് അസ്ഹറുദ്ദീൻ, MLA മാജിദ് ഹുസൈൻ, തെലുങ്കാന ഗവൺമെന്റ് സെക്രട്ടറി ബി ഷഫിയുള്ള, ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് S അബ്ദുൽ നസീർ, ഹജ്ജ് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി പ്രമുഖർ മസ്ജിദുൻ നബവിയിൽ ഉണ്ടായിരുന്നു. മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഇന്ത്യക്കാർ മയ്യിത്ത് നിസ്കാരത്തിലും ഖബറടക്ക ചടങ്ങുകളിലും പങ്കെടുത്തു. എല്ലാവരുടെയും ചുണ്ടിൽ ഒരേ മന്ത്രം മാത്രം: മാപ്പാക്കണേ, കരുണ കാണിക്കണമേ. ABC Cargo and Courier, #1 in GCC.